ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യൂസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്സ്ക്രൈബർ വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ കാരണം? നിങ്ങൾ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു 1000 അല്ലെങ്കിൽ 2000 വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞ ശേഷം വീഡിയോ സ്റ്റക്കായിട്ട് ഇരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു 50,000 1 ലക്ഷം വ്യൂസ് വന്ന നല്ലൊരു വീഡിയോ, നിങ്ങൾ നല്ല ഇൻവെസ്റ്റ് ചെയ്തൊരു വീഡിയോ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ വീഡിയോയിലേക്ക് ഇപ്പോഴും വ്യൂവേഴ്സും കാര്യങ്ങളും വരാത്തത്? ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും? അതുപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഹാഷ്ടാഗും ടാഗും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് നമുക്ക് നല്ല വ്യൂവേഴ്സിനെയും അല്ലെങ്കിൽ നല്ല സബ്സ്ക്രൈബറിനെയും കൊണ്ടുവരാൻ സാധിക്കും? നല്ല സബ്സ്ക്രൈബർ എന്ന് പറയുന്നതും നല്ല വ്യൂവേഴ്സ് എന്ന് പറയുന്നതും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വ്യൂവേഴ്സിനെ നമുക്ക് ഈ ഹാഷ്ടാഗും ടാഗും യൂസ് ചെയ്തുകൊണ്ട്, അതായത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജെന്യുവൻ രീതിയിൽ നമുക്ക് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു പ്രോ ലെവലിലുള്ള അല്ലെങ്കിൽ നല്ല വ്യൂവേഴ്സ് കിട്ടുന്ന യൂട്യൂബിൻ്റെ തന്നെ അടിപൊളി നമുക്ക് പ്രോ ലെവലിലുള്ള ടാഗുകളും ഹാഷ്ടാഗുകളും കണ്ടുപിടിച്ച് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുള്ളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പോലത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക. ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും കൊണ്ടുവരാൻ പറ്റുന്ന അടിപൊളി പ്രോ ലെവലിലുള്ള ഹാഷ്ടാഗുകളും ടാഗുകളും നമുക്ക് എങ്ങനെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്താണ് യൂട്യൂബ് ഹാഷ്ടാഗും അതുപോലെ എന്താണ് ടാഗും? ഈ ടാഗും ഹാഷ്ടാഗും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലുണ്ട്. ടൈറ്റിലിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഡിസ്ക്രിപ്ഷൻ്റെ അകത്താണ് നമ്മൾ ഹാഷ്ടാഗ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ടാഗ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഫീൽഡ് ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ അതിലാണ് നമ്മൾ ടാഗ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹാഷ്ടാഗ് എൻ്റർ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടാഗ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് SEO ആയിട്ട് വർക്ക് ചെയ്ത്, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോ നമ്മുടെ ടൈറ്റിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ ഒരു വ്ളോഗാണ്, അതായത് നിങ്ങളൊരു മലയാളം വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ ആ വ്ളോഗായിട്ട് ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ നിങ്ങൾ ടാഗ്സ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു വാട്സപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ വാട്സപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ്, അതായത് വാട്സപ്പ് 2023, വാട്സപ്പ് ന്യൂ അപ്ഡേറ്റ്, അല്ലെങ്കിൽ വാട്സപ്പ് ഫീച്ചേഴ്സ്, വാട്സപ്പ് ഹിഡൻ ഫീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഓരോ കീവേഡ്സാണ്. അപ്പോൾ ഇതെങ്ങനെ കീവേഡ്സും ടാഗ്സും നമുക്ക് ഫൈൻഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അതുപോലെ തന്നെ ഹാഷ്ടാഗ് എങ്ങനെ എൻ്റർ ചെയ്യും? ഹാഷ്ടാഗ് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ടൈറ്റിലിന് ശേഷമാണ്. ടൈറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലും അതിന് താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ ചെറുതായിട്ടുള്ള രീതിയിൽ ഒരു സബ് ടൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഹാഷ്ടാഗിലൂടെ നമുക്ക് വ്യൂസോ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ വരും കാലങ്ങളിൽ ഹാഷ്ടാഗ് എൻ്റർ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ബോക്സിലേക്ക് യൂട്യൂബ് മാറ്റുന്നതായിരിക്കും. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ടാഗ്സ്, അതായത് നമ്മളിടുന്ന വീഡിയോയ്ക്ക് ടാഗ്സ് എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഫീൽഡ് യൂട്യൂബിൻ്റെ വീഡിയോയുടെ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ലഭ്യമാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടാഗ്സ് എന്ന് പറയുന്ന, അതായത് ടാഗ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫീൽഡ് നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ ടൈറ്റിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാഗ്സുകളും നമുക്ക് അതിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. ഏകദേശം 500 വേർഡ്സ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഹാഷ്ടാഗ് എങ്ങനെ എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഹാഷ്ടാഗ് കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ ഹാഷ്ടാഗും അതുപോലെ ടാഗ്സും എങ്ങനെ എൻ്റർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്കും ഫൈൻഡ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ഹാഷ്ടാഗുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾക്കും ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലേക്ക് വരും. അപ്പോൾ ചാനലിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിലിപ്പോൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്ന, അതായത് ഞാൻ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്യാത്തൊരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് അതിലേക്ക് ടൈറ്റിലും ടാഗ്സും കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ വാട്സപ്പിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ്
മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തു. യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 എന്ന് പറഞ്ഞ് ഞാനൊരു ടൈറ്റിൽ കൊടുത്തു. അപ്പോൾ എൻ്റെ ടൈറ്റിൽ എന്താണ്, യൂട്യൂബുമായിട്ട് അല്ലെങ്കിൽ മോണിറ്റൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം നിങ്ങളുടെ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹാഷ്ടാഗുകളും ടാഗുകളും മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാമുള്ളൂ. നിങ്ങളുടെ ചാനലിലേക്ക് 2000, 3000, 4000 അല്ലെങ്കിൽ ഒരു 50,000 വ്യൂസ് വന്നു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ചാനലിലെ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാനലിലെ വീഡിയോയ്ക്ക് ഗ്രോത്ത് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ സെറ്റിംഗ് നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ചാനലിലേക്ക് വീഡിയോസിൻ്റെ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ വ്യൂസ് വരുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടാഗ്സ് നിങ്ങൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം എന്ന് ടൈപ്പ് ചെയ്തു. കാരണം ടൈറ്റിലിൽ നമ്മൾ ഏത് ലാംഗ്വേജിലാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് അത് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ലാംഗ്വേജും കൂടി ഒന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈപ്പ്, അതായത് നമ്മുടെ മലയാളം വ്യൂവേഴ്സ് നമുക്ക് നല്ല രീതിയിൽ അതിലേക്ക് വരും. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ മലയാളം ചാനലാണെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും ഒരു ഹിന്ദി അറിയാവുന്ന അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ, അത് ഭാഷയായിട്ടുള്ള ഒരാൾ നമ്മുടെ ചാനൽ കാണുകയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് മലയാളികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മലയാളം എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ യൂട്യൂബ് ചാനലെടുത്ത് യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ കാണുകയും അത് സെലക്ട് ചെയ്യുകയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ഒരു ചുരുങ്ങിയത് ഒരു 2 സെൻറ്റൻസ് എങ്കിലും ഡിസ്ക്രിപ്ഷനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഒരു 2 സെൻറ്റൻസ് എങ്കിലും അവിടെ എഴുതി കൊടുക്കുക. അത് ഉറപ്പായിട്ടും എഴുതി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ, യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതിയുള്ളൂ. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്തതായിട്ട് നിങ്ങളുടെ ഹാഷ്ടാഗാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഹാഷ്ടാഗ് തപ്പി ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഹാഷ്ടാഗ് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹാഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഈ ഹാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ടോപ്പിക്ക്, അതായത് നിങ്ങളുടെ ടൈറ്റിലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് വേർഡ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക എന്ന്. അത് വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എങ്ങനെ എൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ, അതായത് എൻ്റെ ടൈറ്റിൽ കൊടുത്ത് ആ ടൈറ്റിലുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ് എങ്ങനെ എഴുതും എന്ന് നമുക്കൊന്ന് ബേസിക്കായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടൊന്ന് തിങ്ക് ചെയ്താൽ മതി. യൂട്യൂബ് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഹാഷ്ടാഗ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേ യൂട്യൂബ് വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഹാഷ്ടാഗിന് സ്പേസ് വരാൻ പാടില്ല. അതായത് ഓരോ ഹാഷ്ടാഗിന് സ്പേസ് വരാൻ സാധിക്കും, പക്ഷേ നിങ്ങൾ ഹാഷ്ടാഗായിട്ട് കൊടുക്കുന്ന കീവേഡിന് സ്പേസ് അലൗഡ് അല്ല. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനോട് ചേർന്ന് കൊടുക്കുന്ന ഹാഷ്ടാഗിന് നിങ്ങൾ ഒരിക്കലും സ്പേസ് യൂസ് ചെയ്യരുത്. അത് സെപ്പറേറ്റ് ഹാഷ്ടാഗിന് നമുക്ക് സ്പേസ് യൂസ് ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു സിംഗിൾ കീവേഡ് ഹാഷ്ടാഗിന് ഒരിക്കലും സ്പേസ് യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. അതുപോലെ നിങ്ങൾ ടാഗ് എന്ന് പറയുന്ന ഫീൽഡിൽ നിങ്ങൾ ടാഗ് മാത്രം എൻ്റർ ചെയ്യുക, ഒരിക്കലും ഹാഷ്ടാഗ് എൻ്റർ ചെയ്യരുത്. ഇത് 2 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനിയിപ്പം അടുത്തായിട്ട് വരുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗ് എങ്ങനെ നമ്മൾ കൊടുക്കും. ഇപ്പം ഞാൻ ആദ്യം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കൊടുത്തു. ഇനി രണ്ടാമത് എൻ്റെ ടൈറ്റിലിൽ വരുന്ന കീവേഡ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗ് ഉണ്ടോ നമുക്ക് സെർച്ച് ചെയ്യുക. മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗും ഉണ്ട്, അതും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ 2 കീവേഡും 2 ഹാഷ്ടാഗും ഞാൻ കൊടുത്തല്ലോ. ഞാൻ ഇനി അടുത്തത് കൊടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹാഷ്ടാഗാണ്. നിങ്ങളെല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാ മലയാളം ചാനലുള്ള യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു അടിപൊളി കീവേഡ് അല്ലെങ്കിൽ അടിപൊളി ഹാഷ്ടാഗ് എന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്ന ഹാഷ്ടാഗാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മലയാളം എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മലയാളം എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കൊടുത്തത്? കാരണം നിങ്ങളുടെ ചാനൽ മലയാളം വ്ളോഗാണെങ്കിൽ അല്ലെങ്കിൽ മലയാളം ചാനലാണ്, യൂട്യൂബ് ചാനലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ടൈറ്റിലിൻ്റെ മെയിൻ കീവേഡ് ഹാഷ്ടാഗിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ട കീവേഡ് എന്ന് പറയുന്നത് മലയാളം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ മലയാളി അല്ലെങ്കിൽ മലയാളം അറിയുന്ന ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മെയിൻ കീവേഡ്, അതായത് നിങ്ങളുടെ ടൈറ്റിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ഹാഷ്ടാഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ട കീവേഡ് എന്ന് പറയുന്നത് മലയാളം എന്നുള്ളത് തന്നെയാണ്.
100% ഞാൻ പറയട്ടെ, വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലിലും വീഡിയോയിലേക്കും എത്തണമെങ്കിൽ ഈ സെറ്റിങ്സ് ചെയ്യാതിരുന്നാൽ പറ്റില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹാഷ്ടാഗുകളും നിങ്ങളുടെ ടൈറ്റിലുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ഹാഷ്ടാഗുകളും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ടൈറ്റിൽ എങ്ങനത്തെ ടൈറ്റിലാണോ ആ ടൈറ്റിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-15 ഹാഷ്ടാഗുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഹാഷ്ടാഗിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ഫീൽഡോ അല്ലെങ്കിൽ ബോക്സോ നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല. യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. വരും കാലങ്ങളിൽ അത് ഉണ്ടാകും. അല്ലെങ്കിൽ ഹാഷ്ടാഗ് മുഖേന നമുക്ക് വ്യൂവേഴ്സ് കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ നമുക്ക് ഹാഷ്ടാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫീച്ചേഴ്സൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹാഷ്ടാഗ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഹാഷ്ടാഗ് എന്താണ്, ഹാഷ്ടാഗ് എങ്ങനെ യൂസ് ചെയ്യും, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പോകുന്നത് ടാഗ്സിലേക്കാണ്. നമുക്ക് എങ്ങനെ ടാഗ് നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹാഷ്ടാഗ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് കാണാൻ സാധിക്കും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനി ടാഗ്സിലേക്കാണ് നമ്മൾ പോകുന്നത്, ടാഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ പറയട്ടെ, ഹാഷ്ടാഗ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ഹാഷ്ടാഗ് തമ്മിൽ, അതായത് സെപ്പറേറ്റ് ഹാഷ്ടാഗ് തമ്മിൽ നമുക്ക് സ്പേസ് അലൗഡ് ആണ്. പക്ഷേ നമ്മളൊരു സിംഗിൾ ഹാഷ്ടാഗിന് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന, അതായത് ഒരു ഹാഷ് സിമ്പിൾ ഇട്ടിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന കീവേഡിൻ്റെ അകത്ത് സ്പേസ് അലൗഡ് അല്ല. അത് വളരെ ശ്രദ്ധിക്കണം. അത് ഹാഷ്ടാഗായിട്ട് എടുക്കില്ല. അത് യൂട്യൂബിൻ്റെ അനലിറ്റിക്സിന് എതിരാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. പക്ഷേ ഇൻഡിവിജ്വൽ ഹാഷ്ടാഗ് തമ്മിൽ സ്പേസ് അലൗഡ് ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ചോണം. നമ്മൾ ടൈറ്റിൽ എൻ്റർ ചെയ്തു, അതുപോലെ ഡിസ്ക്രിപ്ഷൻ്റെ ഒരു ചെറിയ സബ് ടൈറ്റിൽ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഹാഷ്ടാഗ് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ പോകുന്നത് താഴത്തോട്ട് മോർ ഓപ്ഷൻ്റെ അകത്ത് ടാഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ആഡ് ടാഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടാഗ്സ് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടാഗ്സ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐ ഡി വേണം. അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തതെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് മോണിറ്റൈസേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കീവേഡ്സും എനിക്ക് ടാഗ്സ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതിൽ സ്പേസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്പേസ് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിവിടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ഒരു ടാഗായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ജസ്റ്റ് കോമ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടാഗായിട്ട് അവിടെ ആഡ് ചെയ്ത് വന്നു. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ടാഗ് നമ്മൾ ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ ടാഗ് എന്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളം യൂട്യൂബർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു. അത് ഞാനൊരു ടാഗായിട്ട് ക്രിയേറ്റ് ചെയ്തു. മൂന്നാമത് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു കൊടുത്തു. ഇതൊക്കെ ഓരോ ടാഗ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നു എങ്ങനെയാണ് നമ്മുടെ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിലും അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാഗ്സ് ആയിരിക്കും നമ്മുടെ ടാഗ്സ് എന്ന് പറയുന്ന ഫീൽഡിൽ എൻ്റർ ചെയ്യുന്നത്. ഈ ടാഗ്സ് എൻ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മറ്റൊരാൾ നമ്മുടെ ടൈറ്റിലോ അല്ലെങ്കിൽ ടാഗ്സ് മുഖേനയോ ഈ ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ്, യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടാഗ്സ്, ഹാഷ്ടാഗ്, ഈ 4 കാര്യങ്ങൾ ഈ വ്യൂവർ, അതായത് ഈ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ആൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം എന്ന് പറഞ്ഞ് യൂട്യൂബിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ്, ടാഗ്, ഈ കാര്യങ്ങൾ ഈ സെർച്ച് ചെയ്യുന്ന കീവേഡായിട്ട് സെയിം ആണെങ്കിൽ നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് എത്തുകയും ഏറ്റവും കൂടുതൽ വ്യൂസും നമ്മുടെ ചാനലിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ടാഗ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായതോ? അതായത് ഒരാൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്, അതായത് നമ്മൾ യൂട്യൂബിൻ്റെ സെർച്ച് ബോക്സിൽ എന്ത് കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതൊരു കീവേഡ് തന്നെയാണ്. ആ കീവേഡാണ് നമ്മളിവിടെ SEO ആയിട്ട് ടാഗ്സ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. പക്ഷേ ഞാനിവിടെ ഇടുന്നത് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം മൂവി, മലയാളം സിനിമ, അല്ലെങ്കിൽ 2023 മൂവി, ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ സെർച്ച് ബോക്സിൽ ഒരു വ്യൂവർ വന്നു കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുകയാണ്. അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഒരിക്കലും ഫ്രണ്ടിലേക്ക് വരില്ല, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരിക്കലും യൂട്യൂബ് എടുത്ത് സെർച്ചിലേക്ക് അയാളുടെ മുന്നിലേക്ക് എത്തിക്കില്ല. കാരണം നമ്മുടെ ടാഗ് എന്താ കൊടുത്തിരിക്കുന്നത്? മലയാളം മൂവി 2023 മൂവി റിവ്യൂ എന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ള ടാഗുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാഗുകൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ യൂട്യൂബിൻ്റെ സെർച്ചിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ടാഗിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കൊടുക്കുകയാണ് നമ്മൾ ഹൗ ടു മേക്ക് യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുകയാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം എന്ന് പറയുന്നൊരു ടാഗ് ഞാൻ കൊടുത്തു എന്ന് വയ്ക്കുക. എൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം, എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും അതുപോലെ എൻ്റെ ഹാഷ്ടാഗിൻ്റെ അകത്തും ആ ടാഗ് കൊടുത്തു ഞാൻ.
ഈ ഒരു സമയം ഒരു വ്യൂവർ കയറി യൂട്യൂബിൻ്റെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന കീവേഡ്, അത് യൂട്യൂബ് മോണിറ്റൈസേഷൻ 2023 മലയാളം, ഇതിലേത് കീവേഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് സെർച്ചിലേക്ക് എത്തുകയും നമ്മുടെ തമ്പ് നെയിൽ കണ്ട് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് ക്ലിക്ക് വരികയും അതുപോലെ വ്യൂവേഴ്സ് വരികയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ടാഗും ഹാഷ്ടാഗും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ ബേസിക്കായിട്ട് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ടാഗും ഹാഷ്ടാഗും എൻ്റർ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വീഡിയോയ്ക്ക് കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എങ്ങനെയാണ് ടാഗ്സ് ഫൈൻഡ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ഹാഷ്ടാഗ് ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. യൂട്യൂബിൻ്റെ ഹാഷ്ടാഗ് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഹാഷ്ടാഗും ടാഗും നമുക്ക് എടുക്കാവുന്ന സെറ്റപ്പാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. ഹാഷ്ടാഗ് എടുത്തിട്ട് ഹാഷ്ടാഗ് എൻ്റർ ചെയ്തിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ടോപ്പിക്ക് അടിച്ചു കൊടുക്കുമ്പോൾ ഹാഷ്ടാഗും ടാഗും ഓൾറെഡി വരുന്നതാണ് നിങ്ങളെ ആദ്യം കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.